ഈ സ്കൂളിന് എന്നും അഭിമാനിക്കാവുന്ന കലാകാരന്മാരും കലാകാരികളുമായി ഇവിടുത്തെ മക്കൾ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ആരാധ്യയായ പഞ്ചായത്ത് പ്രസിഡന്റും നമുക്ക് ഏറ്റവും പ്രിയങ്കരിയുമായ ആനി ടീച്ചറെ ഈ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാൻ സാദരം ക്ഷണിച്ചോളൂ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ സ്കൂളിന്റെ ഇന്ന് ഇവിടെ കൂവി പൊഴുകി ഞാൻ. എന്താടി മത്ത കണ്ണി കറുത്തമ്മ? എന്റെ അപ്പച്ചന്റെ മുമ്പിൽ ഇവിടെ ഒരു അധിക പ്രസംഗം നടത്തിയിട്ടാ പോന്നെ. ഇനി ഇവള് പ്രസംഗം അപ്പച്ച പാപ്പയുണ്ട് അപ്പച്ച ചോദിക്കാൻ. ആരാടി നീ? പഞ്ചായത്ത് പ്രസിഡന്റ് നിന്റെ മറ്റേടത്ത് എന്റെ അപ്പച്ചന്റെ അമ്മച്ചന്റെ മെക്കിട്ടേറണ്ടല്ലോ. നാട്ടുകാര് കാണുന്നു, ആരും അറിഞ്ഞിട്ടില്ല. വെറുതെ പറഞ്ഞു നാട്ടിക്കില്ല. പാപ്പിയെ കുറെ നാണം കെടുത്തിട്ടുള്ളത് അപ്പച്ച ഇവള്. ഇന്ന് പാപ്പിയുടെ ദിവസാ. പാപ്പി നീ വീട്ടിൽ പോ. പാപ്പി നീ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. അച്ഛന്റെ പാടുമൊക്കെ പോവച്ചോ. എന്റെ അപ്പച്ചനെ നാണം കെടുത്തിയിട്ട് നീ എങ്ങനെ ഞെളിയണ്ട. നീ എന്താടി പറഞ്ഞ്? നിന്റെ കല്യാണം ഞാൻ മുടക്കിയെന്നല്ലേ? അതടി, ഞാൻ തന്നെയാടി നിന്റെ കല്യാണം മുടക്കിയത്. അവനെ അടിച്ചത് ഞാൻ തന്നെയാ. ഇനിയും നിനക്ക് വരുന്ന എല്ലാ കല്യാണവും ഈ പാപ്പി മുടക്കും. നീ എന്ത് ചെയ്യൂടി? അതെ, കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. പരസ്യമായിട്ട് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. നീ ആരാടാ എന്നോടത് പറയാൻ? അവക്ക് വാക്കാലത്ത് പിടിക്കാൻ വന്നേക്കണു. നീ ആരുടെ അവളുടെ വായി നോക്കി? ഇതൊരു സ്കൂളാണ്. ഇവിടെ കിടന്ന് അനാവശ്യം കാണിക്കരുത്. എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. നിന്റെ അധികാരൊക്കെ അവിടെ പഞ്ചായത്ത് ഓഫീസില്. അവള് പോലീസിനെ വിളിക്കും പോലും. വിളിക്കണേ. ഇതെന്റെ സ്ഥലം, ഞാൻ പണിത സ്കൂള്. എനിക്ക് ഇഷ്ടമുള്ളത് പറയും കാണിക്കും. ആരാടി തടുക്കാനുള്ളത്? എന്റെ കർത്താവേ, ഇറങ്ങടാ വെളിയില്. ഇത് നിരപ്പേൽ മത്തായിയുടെ സ്ഥലം, ഞാൻ പണിത സ്കൂള്. എന്താ നിനക്ക് സംശയമുണ്ടോ? മിഴിച്ചു നിൽക്കാതെ ഇറങ്ങി പോടാ. പിടിച്ചു മാറ്റുമോ? ഇവള് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. എന്റെ മോനത് ചെയ്യില്ല എന്ന് ഞാൻ വാദിച്ചു. ഇപ്പൊ മനസ്സിലായി എല്ലാം. എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. നിന്നെ ഇറങ്ങി പോടാ. ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോടാ ഇവനെ. വേണ്ട മോനെ. ഇങ്ങോട്ടും ആളെങ്ങോട്ടും. വിട്ടുകള പാപ്പിച്ചായ, അപ്പനല്ലേ? അതാ സാറേ പ്രശ്നം. അപ്പച്ചൻ എന്നെ ആദ്യമായിട്ട് തല്ലുന്നേ, അതും അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച്. സഹിക്കാൻ പറ്റില്ല സാറേ. ഞാൻ എന്തിനാ ജീവിക്കുന്നത്? അപ്പന്റെ തല്ലുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പാപ്പിച്ചായനോട് ആരും ചോദിക്കാൻ പോകുന്നില്ല. അതല്ല സാറേ, എവിടെയൊക്കെ തോറ്റാലും എന്തൊക്കെ പറ്റിയാലും അപ്പച്ചൻ എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ഒരു പറച്ചിലുണ്ട്. പോട്ടട മോനെ, നിനക്ക് ഞാനും എനിക്ക് നീയുള്ളിടത്തോളം കാലം നമ്മൾ ആരെ പേടിക്കാനാന്ന്. എന്നിട്ട് ഇപ്പൊ കാര്യം എന്താന്ന് അറിയാണ്ട് പോലും അമ്മച്ചനെന്താ എനിക്ക് ആരുമില്ല സാറ്. എല്ലാം പോയി പോലെ. എന്താടാ നമ്മുടെ സ്കൂളിൽ തീ പിടിച്ചു. എല്ലാം അവിടെ കിടന്ന് കത്തുക.
എന്താ എല്ലാവരും നോക്കിക്കണേ? ആര് കാണുന്നില്ല ഇത് കത്തുന്നത്? വേഗം ചെന്ന് വെള്ളം എടുത്തോണ്ട് പോടാ പെട്ടെന്ന്. എന്താ ഗോപാലേട്ടാ എല്ലാവരും ഇങ്ങനെ മിഴിച്ചു നിൽക്കണേ? ഇതിവിടെ കിടന്ന് കത്തിക്കോട്ടെ എന്നാണോ? സാറേ, എന്നാൽ ആരെ കൊലച്ചായി ചെയ്തത്? എന്റെ അപ്പച്ചനെന്തി? എനിക്ക് എന്റെ അപ്പച്ചനെ കാണണം. അപ്പച്ചനെ സഹിക്കില്ല. അപ്പച്ചൻ എത്തി സാറേ. അവന്റെ ഒരു നാടകം കളി. ഞങ്ങളെന്നാ പൊട്ടന്മാരെന്ന് വിചാരിച്ചോ? നീ കുറെ കാലമായില്ലടാ നീ കത്തിക്കൽ തുടങ്ങിയിട്ട്. ഇനി ഇത് ഇവിടെ ഓടത്തില്ലടാ പാപ്പി. ഈ നാട്ടിലെ പിള്ളേരുടെ ജീവൻ വെച്ച് തന്നെ വേണം അല്ലേടാ നിനക്ക് നിന്റെ തന്തയോടുള്ള ദേഷ്യം തീർക്കാൻ. മാഷേ വിശ്വസിക്കരുത്, നോണയാ ഇവൻ പറയുന്നത്. നിങ്ങൾ ആരും വിശ്വസിക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചെകുത്താനുണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഇനി നീ ആരെ കയ്യിലെടുക്കാൻ നോക്കണ്ട പാപ്പി. നിന്റെ തന്തയില്ലായ്മ പുറത്തായി. തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ലോ കൊന്നോളിയും പന്നി. നീ അത് ചെയ്യൂടാ. അപ്പനെ കൊല്ലാൻ നോക്കിയവനാ, പിന്നെയാണോ നാട്ടുകാരൻ? അപ്പച്ചാ, അപ്പച്ചാ, അപ്പച്ചൻ എന്നാ പറ്റിയ അപ്പച്ചാ? അമ്മച്ചി, ആ ശശാങ്ക പറയുന്ന കേട്ടോ അപ്പച്ചാ. അപ്പച്ചനൊന്ന് തല്ലിന്ന് വെച്ച് പാപ്പിക്കണ്ട. ഒന്ന് കണ്ണൂർക്കപ്പച്ചാ. ഒരു സ്കൂള് കത്തിയാ നമ്മൾ 100 സ്കൂൾ ഉണ്ടാക്കും. അതല്ലേ നമ്മുടെ ശീലം. ഇവനൊക്കെ അസൂയാണ് അപ്പച്ചാ. അപ്പച്ചാ, അപ്പച്ചാ, തോളിൽ കൈയിട്ട് നടക്കുന്ന നിങ്ങളുടെ മോൻ ഒരിക്കൽ നിങ്ങളെ തള്ളി പറയും. ചിലപ്പോ കൊല്ലാനും മുതിർന്നു വരും. അപ്പച്ചാ, കൈ എടുക്കടാ പട്ടി. എന്റെ ശവം കാണാൻ വന്നതാണോടാ? കളിച്ച് കളിച്ച് നീ എനിക്കെതിരായി അല്ലടാ. എന്താ അപ്പച്ചി പറയുന്നേ? ഇനി നീ എന്നെ അപ്പച്ചാന്ന് വിളിക്കണ്ട. നിനക്കതിനുള്ള അവകാശമില്ല. അപ്പച്ചാ, നിന്റെ അപ്പൻ ചത്തുപോയി. മിണ്ടരുത്. കൂട്ടുകാരനെ പോലെ മോനെ കൊണ്ടു നടന്ന അപ്പനെ മോൻ തീയിലിട്ട് കൊന്നു. ഇത് മത്തായിയാ, നേരപ്പേൽ മത്തായി. നിനക്ക് അങ്ങനെ വിളിക്കാം. നമ്മുടെ നാശം കാണാൻ കച്ചയായിട്ട് നടക്കുന്ന വൃത്തിയായിട്ടവന്റെ വാക്ക് കേട്ടിട്ടാണോ ഈ പറയുന്നേ? അവനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. സ്വന്തം മോനില്ലാത്ത സ്നേഹം അവൻ കാണിച്ചു. അവൻ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ മത്തായി ഇവിടെ കിടന്ന് ചാരമായാനെ. നിങ്ങളുടെ തലയ്ക്ക് വട്ടാ. അതേടാ, മക്കളെ അതിര് വിട്ട് സ്നേഹിക്കുന്നത് വട്ടാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇനി ആ വട്ടങ്ങ് മാറ്റാൻ തീരുമാനിച്ചു. നിരപ്പേക്കാരുടെ റേഷൻ കാർഡിന്ന് നിന്റെ പേര് ഞാൻ വെട്ടി. ഇനി മുതൽ നീ വെറും പാപ്പിയ. അഡ്രസ് ഇല്ലാത്ത വെറും പാപ്പി. ഇങ്ങനൊരു മോൻ എനിക്കില്ല. നിന്റെ തന്ത ചത്തെന്ന് നീയും വിചാരിച്ചോ? ശരിയാ, എന്റെ അപ്പച്ചൻ ചത്തുപോയി. എന്റെ അപ്പച്ചനാണ് ഇങ്ങനെയൊന്നും പറയില്ല. പിന്നെ എന്തിനാടാ നിരപ്പേൽ മത്തായിയുടെ പറമ്പിൽ നാണം കിട്ടു നിൽക്കുന്നേ? ഇറങ്ങി പോടാ ശശാങ്ക. ഇവനെ പിടിച്ച് പുറത്താക്ക്. ഒട്ടുപോരുത്. നീയെല്ലാം നിന്റെ അപ്പം വന്നാ പോലും പാപ്പയുടെ ഒരു രോമത്തിൽ തൊടില്ല. ഞാൻ ഇറങ്ങുക. പാപ്പി തോറ്റെന്ന് വിചാരിക്കണ്ട. തോക്കാൻ എനിക്ക് മനസ്സില്ല. ആണുങ്ങൾ വാചകമടിയിലല്ല, കളത്തിലിറങ്ങണം. ഒറ്റക്കാലിൽ നിൽക്കാൻ കൽപ്പുണ്ടെങ്കിൽ നീ അത് കാണിക്ക്. മത്തായി ഉണ്ടാക്കിയതിന്റെ ഒരു പങ്ക് പോലും തൊടാതെ ഒറ്റയ്ക്ക് ജീവിച്ചു കാണിക്ക്. മത്തായി അങ്ങനെ ഒറ്റക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പനും മോനും ചേർന്ന് തന്നെയാ ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇനി ഞങ്ങളുടെ ഒറ്റക്കുണ്ടാക്കുന്ന പരിപാടിയെങ്കിൽ അപ്പനാണോ മോനാണോന്ന് നമുക്ക് നോക്കാം. നിനക്ക് തെറ്റി. അപ്പനും മോനുമല്ല, നിരപ്പേൽ മത്തായും വെറും പാപ്പിയും തമ്മിൽ അംഗം. മത്തായിയോട് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് മക്കളൊന്ന് നോക്ക്. എന്നാ പിന്നെ കൊടാളിയാകായി ഇറങ്ങി പോടാ. വാടാ. ഇനി വല്ല ശനിയുടെ ഉപഹാരമാണോ അച്ഛാ? ശനിയുടെ അവതാരമല്ലടി, ഇനി അങ്ങോട്ട് ശശാങ്കന്റെ അവതാരമാ. നിരപ്പേൽ തറവാടിന്റെ അടിത്തറയിളകി. പാപ്പിയുടെ സ്ഥാനത്തിപ്പോ മത്തായച്ചന്റെ വിശ്വസ്തൻ ഞാനാ. അപ്പനെ മോനെ ഞാൻ തമ്മിൽ അടുപ്പിച്ചൊരു വഴിക്കാക്കും. രണ്ടെണ്ണം കൂടി എന്നെ ഒരുപാട് ഇക്ഷ വരപ്പിച്ചതാ. ഹലോ,
എടാ പണി ഏറ്റു. നിർത്ത് നിർത്ത്. ഞങ്ങളെ മണ്ടന്മാരാക്കാന്ന് വിചാരിച്ചോ? കാശെടുക്കണോ? എന്താണ് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിക്കാൻ താനാരാ? CBI-യോ? എന്താ ഇവിടെ കാശായിട്ട് ഇവിടുത്തെ മാനേജർ മുങ്ങി? ഞാൻ തന്നെയല്ലേ മാനേജർ. പിന്നെ എന്താ ഇവിടെ ഒരു ബഹളം? രാവിലെ ഓഫീസ് തുറന്നപ്പോ 5-6 പേര് വന്ന് പണം പിൻവലിച്ചു. ഞാൻ സാധാരണ പോലെയാ കരുതിയത്. പിന്നെ മലവെള്ളം പോലെ ആളുകൾ വരാൻ തുടങ്ങി. പെട്ടി കാശില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ തുടങ്ങിയതായി ബഹളം. മുതലാളി, നമ്മുടെ ചിട്ടി കമ്പനി പൊട്ടിന്ന് കരുതി കൂട്ടി പ്രചരിപ്പിച്ചിട്ടുണ്ടാരും. ആ ആരോ എവിടുന്ന് വന്നതാണെന്ന് എനിക്കറിയാം. ചത്തത് പാമ്പാണെങ്കിൽ കൊന്നത് ഗീവർഗീസ് പുണ്യാളനാ. മത്തായിയോടാ കളി. കാശ് ബാങ്കിൽ എത്രയുണ്ട്? ബാങ്ക് വലുതായിട്ടൊന്നുമില്ല. എല്ലാം ഓരോരോ കാര്യങ്ങൾക്കായി റോളിങ്ങിലാ. നീ കുറച്ച് പേപ്പർ എടുത്തേ. എന്ത് പേപ്പർ? എന്തേലും വെള്ള പേപ്പർ എടുത്ത് ഫയലിൽ വെച്ച് തന്നേ. നിർത്ത് നിർത്ത്. ആരും ബഹളം വെക്കണ്ട. ഞാനൊന്ന് പറഞ്ഞോട്ടെ. താനൊന്നും പറയണ്ട. ഞങ്ങളുടെ കാശെടുത്തിട്ട് വർത്തമാനം പറയണോ? ഇപ്പഴാ വരണേ. വേഗം ചെല്ല്, ചെന്ന് പൂട്ടിക്ക്. ഈ ചിട്ടി കമ്പനി ഇത്തിരി കണ്ടത്തെ ജനങ്ങളുടേതാണ്. നിങ്ങളുടെ ഓരോ രൂപയും ഇവിടെ സുരക്ഷിതാണ്. സുരക്ഷിതാണെങ്കിൽ കാശെടുത്ത് കാണിക്കണോ? ചുമ്മാ വേദാന്തം പറയാതെ. നീ ആ പുല്ലേപ്പാടത്തെ ജോയിയുടെ മോനല്ലേ? ദുബായി പോയ ചക്കൻ. നിനക്ക് ഇവിടെ ചിട്ടിയില്ലല്ലോ. എനിക്കില്ല, പക്ഷെ ഇവനുണ്ട്. ഇവൻ ഊമയാ. ഇവന് വേണ്ടി ലീവിന് വന്നപ്പോ ഞാൻ സംസാരിക്കാൻ വന്നതാ. സംസാരിച്ച സമയങ്ങളെ കാശ് കൊടുക്കുമ്പോ അല്ലാതെ കാശ് കൊടുക്കണേ. കാശ് തരാം, പക്ഷെ എനിക്ക് ഇത്തിരി സാവകാശം തരണം. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ എങ്ങോട്ടും ഓടിപ്പോണ ആളല്ല. നിങ്ങൾ വെറുതെ കിടന്ന് ബഹളുണ്ടാക്കിയ ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് കാശ് കിട്ടാൻ പോണില്ല. കാരണം ഈ ചിട്ടി കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും അതിന്റെ ഉടമസ്ഥാവകാശവും പണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന പാപ്പി എന്ന് പറഞ്ഞ ഒരുത്തന്റെ പേരില്ല. സംശയം ഉണ്ടെങ്കിൽ ഈ രേഖകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. എന്ത് രേഖ അത്? നിങ്ങളുടെ ഓരോ പൈസയും അയാളുടെ പേരിലാണ് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അയാളെ കണ്ടുപിടിച്ച് ആ കാശ് വാങ്ങാനുള്ളൊരു സാവകാശം. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി അതല്ല, നിങ്ങളെങ്ങാനും അയാളെ കണ്ട എന്റെ മുമ്പിൽ എത്തിക്ക്. ഞാൻ വാങ്ങിച്ചു തരാം നിങ്ങളുടെ കാശ്. ഒരു ഉപ്പ് സോഡ. ഉപ്പിത്തിരി കൂടുതലിട്ടോ. ബുദ്ധി കുറച്ച് കൂടുതലാ. കുബുദ്ധിയെ. അല്ല, അപ്പച്ചനെ ചിട്ടിക്കമ്പനി പൊട്ടി നിറഞ്ഞപ്പോ പാപ്പിച്ചാനും വല്ലാത്ത പരവേശം. അതാ ഒരു പുസ്തക കഴിക്കാന്ന് വിചാരിച്ചത്. പരവേശം ഇനി കൂടെയുള്ളൂ. സ്വന്തമായിട്ടൊരു സോഡാ കമ്പനി തുടങ്ങുന്നതാണ് നല്ലത്. വണ്ടി എടുക്കടാ ശശാങ്ക. ഓ, കേറപ്പച്ച. അപ്പച്ചന് എപ്പ മുതൽ